കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ T20 പരമ്പരയിലെ നാണംകെട്ട തോൽവിക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഏകദിന മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. എഡ്ജ്ബാസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 258 റൺസ് വിജയലക്ഷ്യം 6 വിക്കറ്റ് അവശേഷിക്കെ ഇന്ത്യ മറികടന്നു. നായകൻ ശുഭ്മാൻ ഗില്ലിൻ്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് ഇംഗ്ലണ്ട് പര്യടനത്തിലെ ആദ്യ വിജയം സമ്മാനിച്ചത്. സെഞ്ചുറിക്ക് തൊട്ടടുത്ത് വെച്ച് പേശിവലിവ് മൂലം താരം റിട്ടയർഡ് ഹാർട്ടായി മടങ്ങിയെങ്കിലും ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഗില്ലിനെ പ്രശംസിക്കുകയാണ്. ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ തന്നെ പരിചയസമ്പന്നരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നേരത്തെ പുറത്തായപ്പോൾ ഇന്ത്യ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ ഓപ്പണറായി ഇറങ്ങിയ ശുഭ്മാൻ ഗിൽ അക്ഷോഭ്യനായി ക്രീസിൽ നിലയുറപ്പിച്ചു. 75 പന്തിൽ നിന്ന് 11 ഫോറുകളും ഒരു സിക്സറുമടക്കം 80 റൺസാണ് ഗിൽ അടിച്ചുകൂട്ടിയത്. 106.67 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത താരം ഒരു അനായാസ ബൗണ്ടറിയിലൂടെയാണ് തൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. എന്നാൽ ഇപ്പോൾ യൂറോപ്പിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കനത്ത ചൂടും തളർച്ചയും കാരണം പേശിവലിവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് താരം കളം വിട്ടു. മത്സരത്തിലെ ഗില്ലിൻ്റെ മാസ്മരിക പ്രകടനത്തിന് പിന്നാലെ താരത്തെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ക്യാപ്റ്റനാക്കണമെന്ന ആവശ്യവുമായി ആരാധകർ രംഗത്തെത്തി. നിലവിലെ യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് ശൈലിയുള്ളത് ഗില്ലിനാണെന്നും ടീമിന് വലിയ സുരക്ഷിതത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്നും ആരാധകർ പറയുന്നു. കഴിഞ്ഞ ദിവസം നെറ്റ്സിലെ ഒരു ഔട്ടിങ്ങിൻ്റെ പേരിൽ ഗില്ലിൻ്റെ ബാറ്റിംഗ് ശൈലിയെ വിമർശിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ 80 റൺസെന്നും ആരാധകർ ഓർമ്മിപ്പിച്ചു. ഗില്ലിൻ്റെ പരിക്ക് ഗുരുതരമല്ലെന്നും അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുമെന്നുമാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രതീക്ഷ. ഈ വിജയം ഇന്ത്യൻ ടീമിനും ആരാധകർക്കും വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അയർലൻഡിനോട് 2-0-നും ഇംഗ്ലണ്ടിനോട് 4-0-നും T20 പരമ്പരകൾ തോറ്റതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ വിജയമാണിത്. മുൻപ് 2022 ഇംഗ്ലണ്ടിൽ നടന്ന ഏകദിന പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. നിലവിൽ പരമ്പരയിൽ 1-0 മുന്നിലെത്തിയ ഇന്ത്യയെ സംബന്ധിച്ച് വിദേശ മണ്ണിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ ഏകദിന പരമ്പര വിജയമാണ് ഇനി ലക്ഷ്യം. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ അടുത്ത മത്സരം ജൂലൈ 16 നടക്കും. മത്സരത്തിൽ മുൻ നായകരും ഇതിഹാസ ജോഡികളുമായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ബാറ്റിങ്ങിൽ തികഞ്ഞ പരാജയമായി മാറിയിരുന്നു. KL രാഹുലും കാര്യമായ സംഭാവന നൽകിയില്ല. വാഷിംഗ്ടൺ സുന്ദറാണ് 52 റൺസെടുത്ത് മികച്ച പ്രകടനം നടത്തിയ മറ്റൊരു താരം. മത്സരത്തിൽ 4 വിക്കറ്റിനൊപ്പം അപരാജിത 50യുമായി അക്ഷർ പട്ടേലും മിന്നിച്ചു. അക്ഷറായിരുന്നു കളിയിലെ താരം. T20 ക്യാപ്റ്റനും ഏകദിന വൈസ് ക്യാപ്റ്റനുമായ ശ്രേയസ് അയ്യർ 35 റൺസാണ് നേടിയത്. 53 ബോളിൽ വെറും 2 ഫോർ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടിരുന്നുള്ളൂ.